ഹായ് ഓൾ, വെൽക്കം ടു ഐഷസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു റമദാൻ റെസിപ്പിയാണ്. മലബാർ ഭാഗങ്ങളിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നന്നാരി സർബത്ത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നന്നാരി കുലുക്കി സർബത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നന്നാരി സിറപ്പ് വേണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അതിൻ്റെ കൂടെ ഞാൻ നന്നാരി കുലുക്കി സർബത്ത് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് കാലങ്ങളിൽ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സിറപ്പാണ് ഈ നന്നാരി സിറപ്പ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാമോളം നന്നാരി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അതുപോലെ ഇതാണ് നന്നാരി, ഇതൊരു വേരാണ്. ഇതിൻ്റെ പേര് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. സുഗന്ധി, നറുനീണ്ടി, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് അറിയുന്നത് നന്നാരിൻ്റെ പേരിൽ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൽ ഒരുപാട് അഴുക്കുണ്ടാവും. ഇത് വേരാണല്ലോ നന്നാരി, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 തവണയെങ്കിലും ഇത് മിനിമം ഇത് കഴുകിയെടുക്കണം. എന്നിട്ട് നല്ല വെള്ളത്തിൽ ഇത് കുതിർക്കാൻ വെക്കണം. ഒരു 10 മുതൽ 12 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർക്കാൻ വെക്കണം. ഇതിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു 12 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള നന്നാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഒരുപാട് വെള്ളത്തിലൊന്നും ഞാൻ തിളപ്പിച്ചെടുക്കുന്നില്ല, കാരണം ഒരുപാട് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ലൊരു മണവും നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ ഈ ഒരു നന്നാരിൻ്റെ നല്ലൊരു മണവും. അപ്പോൾ നന്നാരി ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിലാണല്ലോ ഇതിപ്പോൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു തവണയും കൂടി ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് ഇതിലെല്ലാ സംഭവങ്ങളും, നന്നാരിയിലെ എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു തവണയും കൂടി നമ്മളത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നാരിയുടെ വെള്ളം ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളത് നമുക്കൊന്നും കൂടി തിളപ്പിച്ചെടുക്കാം. പിന്നെ അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലരിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അമ്മിയിലൊക്കെ ഇട്ടിട്ട് ക്രഷ് ചെയ്യേണ്ടി വരും. ക്രഷ് ചെയ്തിട്ടാവും നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ നല്ല കളറ് കിട്ടും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലത് ക്രഷ് ചെയ്യുമ്പോൾ അതിനകത്തൊരു വൈറ്റ് പാർട്ടുണ്ട്. അത് വരുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നിയതാണ്. ഇനിയിപ്പോൾ ക്രഷ് ചെയ്യാൻ പറ്റുമെങ്കിലും ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്യാത്തതിൻ്റെ കളറ് ഇതുപോലെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല, നല്ല കളർ തന്നെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി വീണ്ടും നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് തന്നെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ 200 ഗ്രാമോളം വരുന്ന നന്നാരി തിളപ്പിച്ചപ്പോൾ നമുക്ക് ഇത്രയും നന്നാരിയുടെ വെള്ളം കിട്ടി. ഇനി ഇത് നമുക്ക് 2-3 തവണ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടണമെങ്കിൽ. പിന്നെ അതുപോലെ ഈ വെള്ളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു മാസമൊക്കെ നമുക്ക് കേടുകൂടാതെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നന്നാരി സർബത്ത് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ ഷുഗറോ വേണ്ടി വരും സർബത്ത് തയ്യാറാക്കുമ്പോൾ. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നന്നാരി സിറപ്പ് കൊണ്ട് നന്നാരി കുലുക്കി സർബത്ത് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നാരിയുടെ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ സിറപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് കോഴിമുട്ടയുടെ വെള്ള കൂടെ വേണ്ടി വരും, പഞ്ചസാരയും വേണ്ടി വരും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ കോഴിമുട്ടയുടെ വെള്ള പഞ്ചസാര കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പം, അത് തിളപ്പിച്ചെടുക്കുമ്പം പഞ്ചസാരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു 4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് 200 ഗ്രാം നന്നാരിയുടെ വേര് തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് വേണ്ടത് 1 കിലോ പഞ്ചസാരയാണ്. അതായത് 4 കപ്പ് പഞ്ചസാര. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. 250 ml മറക്കണ്ട. അപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ടയുടെ വെള്ള ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ കോഴിമുട്ടയുടെ വെള്ളം എങ്ങനെ ഇപ്പോൾ നമ്മൾ സിറപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ. പക്ഷെ ഒട്ടും പേടിക്കേണ്ട. നമ്മളത് തിളപ്പിച്ച് കഴിയുമ്പോൾ ആ കോഴിമുട്ടയുടെ വെള്ള നമ്മൾ ഈ സിറപ്പിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമ്മളത് എടുത്ത് മാറ്റിയാൽ മതി. നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. ചില പഞ്ചസാരയിൽ
അഴുക്കില്ലെങ്കിൽ പോലും നമ്മളിത് ഒരുപാട് ദിവസം സൂക്ഷിക്കാനുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് വെക്കുന്നതുമാണ്. നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നില്ല, സിറപ്പാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടില്ലേ പുറത്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ അഴുക്കൊക്കെ മാക്സിമം റിമൂവ് ചെയ്തിട്ട് ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സിറപ്പ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചിട്ടുള്ള നന്നാരിയുടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിൽ വീണ്ടും ഞാനിപ്പോൾ 2 തവണ ഇത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിൽ വീണ്ടും അടിയിൽ കുറച്ച് പൊടി പോലെ കിടക്കുന്നുണ്ട്. അത് നന്നാരിയുടെ പൊടിയാണ്. ഇനിയിപ്പോൾ നിങ്ങളിത് മൊത്തത്തിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ സിറപ്പ് ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് താഴെ സെറ്റിലായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട. അപ്പോൾ വീണ്ടും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും അതുപോലെ തന്നെ കോഴിമുട്ടയുടെ വെള്ളയും ഈ നന്നാരിയുടെ വെള്ളമൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യണം കേട്ടോ, അത് മറന്നു പറയാൻ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിമുട്ടയുടെ വെള്ളം മുകളിൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് മുകളിൽ ഒരു പാട പോലെ നമുക്ക് കോഴിമുട്ടയുടെ വെള്ളം മുകളിൽ കിടക്കും. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാവും. പിന്നെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ, അതായത് നല്ല ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് തൂവി പോകും. ഇനി ഈ കോഴിമുട്ടയുടെ വെള്ളം ഒക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് സിറപ്പ് കൂടെ വന്നാലും കുഴപ്പമില്ല. നമുക്കിത് ഒന്നുകൂടെ നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് തന്നെ മാറ്റാം. കോഴിമുട്ടയുടെ വെള്ളം മാത്രം അപ്പോൾ നമുക്ക് ഒഴിവാക്കിയാൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു 3-4 തവണ നമ്മൾ ചെയ്തെടുക്കാം. അതായത് നമ്മൾ ഈ ഒരു സിറപ്പ് നല്ല ക്ലിയർ ആയി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് പൊങ്ങി വരുമ്പോൾ ചെറിയ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് മുകളിലുള്ള കോഴിമുട്ടയുടെ വെള്ളമൊക്കെ എടുത്ത് മാറ്റുക. ഇതുപോലെ നമ്മളൊരു 3-4 തവണ ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഈ ഒരു സിറപ്പ് നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നമ്മളുടെ ഒരുപാട് നമ്മളിപ്പോൾ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സിറപ്പ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അതും ഒഴിവാക്കണ്ട. അതൊന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് നമ്മൾ കോഴിമുട്ടയുടെ വെള്ളം മാത്രം ഒഴിവാക്കിയാൽ മതി. ആ സിറപ്പ് അതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളം മാത്രമേ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2-3 തവണ ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള സിറപ്പ് റെഡിയാകും. പിന്നെ അതുപോലെ ഇത് കോഴിമുട്ടയുടെ വെള്ളം മൊത്തത്തിൽ നമ്മൾ മാറ്റിയെടുക്കുമ്പോഴേക്കും നമ്മൾ സിറപ്പ് റെഡിയാവുന്ന അല്ല കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ പരുവത്തിൽ നിന്ന് മാറി ഒരു സിറപ്പിൻ്റെ പരുവമായി വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതും ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ, അതും ശ്രദ്ധിക്കണേ. നമുക്കിത് ഒരുപാട് ദിവസം വെക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് 1 മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് ഉപയോഗിച്ച് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സിറപ്പി കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ അല്പം കോഴിമുട്ടയുടെ വെള്ളമൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല ലാസ്റ്റ് വരുമ്പോൾ. കാരണം നമ്മളിത് സിറപ്പി കൺസിസ്റ്റൻസി ഒക്കെ വരുമ്പോൾ അത് തണുത്ത ശേഷം നമ്മൾ വീണ്ടും ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കോഴിമുട്ടയുടെ വെള്ളം മൊത്തം റിമൂവ് ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ സിറപ്പ് ഏകദേശം ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട്. നിങ്ങൾക്കത് തിളയ്ക്കുമ്പോൾ കാണാം മുകളിൽ അധികം പാടകളൊന്നും കെട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ റിമൂവ് ചെയ്യാൻ കോഴിമുട്ടയുടെ വെള്ളത്തിൻ്റെ ഇതൊന്നും കാണുന്നില്ല, മുകളിൽ കെട്ടിക്കിടക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നോക്കാം. അപ്പോൾ സിറപ്പ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ളതൊക്കെ കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾക്ക് ഈ ഒരു സിറപ്പിലേക്ക് ചേരില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വല്ലതും എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പൊന്തി വരുന്ന ആ പതയ്ക്ക് വ്യത്യാസമുണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കോഴിമുട്ടയുടെ വെള്ളമൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ്.
ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് സിറപ്പ് റെഡി ആയിട്ടുണ്ടോയെന്നാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സിറപ്പ് പരുവമായി വരുന്നുണ്ട്, അതായത് വെള്ളത്തിൻ്റെ പോലെയല്ല നമ്മളത് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. സിറപ്പ് പോലെ നല്ല കട്ടിയിൽ വീഴണം. നമുക്കത് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും ഇനി കോഴിമുട്ടയുടെ വെള്ളം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് ഈ അരിപ്പയിൽ പൊയ്ക്കോളൂ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ പേടിക്കേണ്ട. അപ്പോൾ നമ്മളുടെ നന്നാരിയുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ഒരുപാട് ദിവസം ഇത് കേടുകൂടാതെ യൂസ് ചെയ്യാം, ഒരു മാസങ്ങളോളം യൂസ് ചെയ്യാം. ഒട്ടും കേടുവരില്ല, പുറത്ത് വെച്ചാലും കേടുവരില്ല. പക്ഷെ നന്നാരിയുടെ വെള്ളം നിങ്ങൾ അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിക്കാറ്. കാരണം എനിക്ക് തണുത്തുള്ള സിറപ്പേക്കും എനിക്ക് ഡ്രിങ്ക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് എപ്പോഴും തണുത്തുള്ള സിറപ്പാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. ഈ ഒരു സിറപ്പിലേക്ക് സാധാരണ നമ്മൾ സർബത്ത് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇനി ചെറുനാരങ്ങയുടെ നീര് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ നന്നാരിയുടെ സർബത്ത് റെഡിയാവും, അല്ലെങ്കിൽ സോഡ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കുലുക്കി സർബത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കുലുക്കി സർബത്ത് തയ്യാറാക്കാൻ നമ്മൾക്ക് ഈ ഒരു സിറപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വേണ്ടി വരും 2 ഗ്ലാസ് കുലുക്കി സർബത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നന്നാരിയുടെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുലുക്കി സർബത്ത് റെഡിയാക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വെള്ളവും വേണ്ടി വരും, നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും, നന്നാരിയുടെ വെള്ളം. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ കുലുക്കി സർബത്ത് റെഡിയാക്കുവാണെങ്കിൽ. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിറപ്പ് കൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് റെഡിയാക്കാം. അധികം ടൈമൊന്നും എടുക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എരിവിനായിട്ട് പച്ചമുളക് വേണം. അത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട് 2 ഗ്ലാസ് കുലുക്കി സർബത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കസ്കസ്, കറുത്ത കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ് എന്ന് പറയും, ഗൾഫ് കൺട്രീസിലൊക്കെ സബ്ജ സീഡ് എന്ന് പറയും. ഇതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് 1 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്താൽ തന്നെ ഇത് പൊങ്ങി വരും. ഞാൻ ഇതിൻ്റെ സീഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സബ്ജ സീഡ്. ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഗൾഫ് കൺട്രീസിൽ കസ്കസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് അധിക നേരമൊന്നും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്താൽ തന്നെ അത് പെട്ടെന്ന് വീർത്ത് വരും. അപ്പോഴേ നമുക്കത് റെസിപ്പീസിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നമ്മൾ നാട്ടിൽ പെട്ടെന്ന് കിട്ടുന്നത് കറുത്ത കസ്കസ് അല്ലെങ്കിൽ സാധാ കസ്കസ് ഒക്കെ നമുക്ക് നാട്ടിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നാട്ടിലാണെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇവിടെയാണെങ്കിൽ ഈ സബ്ജ സീഡ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല, അതിന് പകരം ഐസ് ക്യൂബ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് പകരം ഒരു 2 കപ്പിന് എത്ര ഐസ് ക്യൂബ്സ് വേണം അത്ര നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കുലുക്കിയിട്ട് അത് വെള്ളം ആക്കിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇതാണ് നമ്മൾ കുലുക്കാൻ ഉപയോഗിക്കുന്ന പാത്രം. ഇതുപോലെ അടപ്പുള്ളൊരു പാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നന്നാരിയുടെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അത് 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് എനിക്കിത് നല്ല കറക്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കസ്കസ് ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം നമുക്ക്. കാരണം ചിലർക്ക് കസ്കസ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അവർ ഒരു ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും കസ്കസ് ഒരുപാട് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഞാൻ ഇതിലേക്ക് ഒരു 2 ട്രേ ഏകദേശം മൊത്തത്തിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഐസ് ക്യൂബ്സ്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ട് നമ്മൾ കുലുക്കിയെടുക്കാം. ഒരുപാട് കുലുക്കണം കേട്ടോ, 1 മിനിറ്റൊക്കെ മാക്സിമം കുലുക്കണം. കുലുക്കാൻ നന്നായിട്ട് കഴിയുന്നില്ല എന്നാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഇത് കുലുക്കിയിട്ട് ആ ഐസൊക്കെ മെൽട്ടായിട്ട് അത് വെള്ളമായി മാറണം. ഇപ്പോഴും ഐസ് ഒരുപാട് കിടപ്പുണ്ട്, അപ്പം നമുക്ക് ഒന്നുകൂടെ കുലുക്കിയെടുക്കാം.
ഇതാണ് ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സ്, ഈ കുലുക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഓരോ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് അത് വെള്ളമായി വരണം, അത്രയും നമ്മൾ കുലുക്കിയെടുക്കണം. അപ്പോൾ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഐസ് ക്യൂബ്സ് കുറച്ച് കിടക്കുന്നുണ്ട്, എനിക്ക് കുലുക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് റെഡി ആക്കുമ്പോൾ മൊത്തത്തിൽ അതുകൊണ്ട് ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല കേട്ടോ, അതൊട്ടും മേടിക്കണ്ട. അപ്പോൾ നന്നാരിയുടെ സിറപ്പ് കൊണ്ടുള്ള നന്നാരിയുടെ കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ വേറൊരു ഗ്ലാസ്സിലേക്കും കൂടി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക്, ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്ത് കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് അതിന് മുകളിൽ കുറച്ച് 1-2 പച്ചമുളക് നടുവേ കീറിയതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഇമ്പ്രസീവ് ആവും. അപ്പോൾ ഗസ്റ്റിനൊക്കെ വളരെയധികം ഇഷ്ടമാവും, കുടിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നാരി സിറപ്പും നന്നാരി കുലുക്കി സർബത്തും അതുപോലെ തന്നെ നന്നാരിയുടെ സർബത്തും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്നത് ഷുവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്